ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് കനകക്കുന്നിലാണ്. കനകക്കുന്നിൽ KSRTC ട്രാൻസ്പോ 2025 എക്സ്പോ നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞാണ് വന്നേക്കുന്നത്. ഓഗസ്റ്റ് 22 മുതൽ ഇവിടെ KSRTC പുതിയ ബസ്സുകൾ, അതേപോലെ മറ്റുള്ള കമ്പനികളുടെ സംഭവങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഒരു എക്സ്പോ. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഫ്രണ്ടിലായിട്ട് KSRTCയുടെ ഒരു പഴയ ഗാരേജ് വാൻ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. പെയിൻ്റൊക്കെ അടിച്ച ആളെ നല്ല കുട്ടപ്പനാക്കി ബലൂണൊക്കെ ഇട്ട് അലങ്കരിച്ച് വർക്ക്ഷോപ്പ് വാൻ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട്. കൊട്ടാരക്കര ഡിപ്പോയിലെ വർക്ക്ഷോപ്പ് വാനാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ മിക്കവാറും ഇങ്ങനെ പോയി കാണത്തില്ല. അത്രയും പൂവൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി ഒരു ആനപ്പുറത്ത് ഇരിക്കുന്ന അതേ സെറ്റപ്പിൽ മുത്തുക്കുടയും സംഭവങ്ങളെല്ലാം വെച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ടിങ് ഈ ഒരു ഏരിയ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതിനകത്ത് കയറി എന്തൊക്കെയാണ് KSRTC നമുക്ക് വേണ്ടി ചെയ്തു വെച്ചേക്കുന്നതെന്നുള്ളത് കാണാം. അതേപോലെ തന്നെ സ്പെഷ്യൽ സർവീസ് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഇപ്പോൾ ഓണം പ്രമാണിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. ഓണം സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അകത്തോട്ട് കയറി കാണാൻ പറ്റും. നമ്മുടെ മുന്നിലായിട്ട് കൊമ്പന്മാരിങ്ങനെ അണിനിരന്ന് കിടക്കുകയാണ്. ഫസ്റ്റിൽ ഇവിടെ കാണുന്നത് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അതേ ലിങ്ക് ബസ്സാണ് ഇവിടെ ഈ ഫ്രണ്ടിലായിട്ട് കിടക്കുന്നത്. അത് കഴിഞ്ഞ് നോക്കിയാൽ ലൈലാൻഡിൻ്റെ AC ബസ്. ഓരോരോ ബസ്സുകളായിട്ട് ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് എവിടം വരെ തുടരും എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഇതിനകത്ത് KSRTC മാത്രമല്ല, വേറെയും പല സംഭവങ്ങളുണ്ട്. ഈ പച്ചപ്പിൻ്റെ ഇടയിൽ ബസ് കിടക്കുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ഇന്നലെ പിന്നെ കയറിയതിനെ കൊണ്ടാണ് ഞാൻ ഇന്ന് ഇതിൻ്റെ അകത്ത് കയറാതെ പോകുന്നത്. എന്തായാലും അങ്ങോട്ട് നടക്കാം. ആദ്യം ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കാം എന്തൊക്കെയാണ് സംഭവങ്ങളെന്നുള്ളത്. ഇതാണ് KSRTCയുടെ ഇപ്പോഴത്തെ ഓർഡിനറി മിനി ബസ്. കൊള്ളാമല്ലേ ഈ ബസ്? ഇന്നലെ ഞാൻ കയറി നോക്കിയിട്ടില്ല അകം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കയറി നോക്കാം. ഒരു കുഞ്ഞൻ ബസ്സാണ് കേട്ടോ ഇത്. അധികം നീളമൊന്നുമില്ല. ഏഷ്യറിൻ്റെ ഒരു പഴയ മോഡൽ ബസ്സിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ബസ്സാണ് കേട്ടോ അത്. ചെറിയ റൂട്ട് വഴിയൊക്കെ ഓടാൻ പറ്റിയ സാധനം. അത്യാവശ്യം നല്ല മൈലേജൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള വണ്ടി കൂടിയാണിത്. എന്തായാലും ഇതിനകത്തോട്ടൊന്ന് കയറുവാണ്. ഇന്നലെ കയറാൻ പറ്റിയില്ല ഇതിനകത്ത്. CCTV ഉണ്ട്, മൊബൈൽ എല്ലാം എല്ലാ സീറ്റിലും. ചേട്ടൻ ഡ്രൈവറാണോ? അല്ല, ഞാൻ ഇൻസ്പെക്ടറാണ്. ആഹാ. ഇത് എവിടെയൊക്കെ ഇടാൻ ഉദ്ദേശിക്കുന്നത്? പുതിയ റൂട്ടായിരിക്കും അതോ ടൗണിൽ മാത്രമേ ഓടുള്ളൂ? ടൗൺ ഏരിയയിൽ വീതി കുറഞ്ഞ റൂട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലോടും അല്ലേ? അവിടേക്കേ വരുള്ളൂ. ഇത് എത്ര സീറ്റാണ് ഇതിൽ? 28 സീറ്റ്. അപ്പോൾ അതൊക്കെയാണ് ഈ ബസ്സിൻ്റെ വിശേഷങ്ങൾ. ലിങ്ക് ബസ്സിലൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കയറിയതിനെ കൊണ്ട് പിന്നെ അങ്ങോട്ട് കയറുന്നില്ല. അതവിടെ AC ബസ് പറഞ്ഞ കിടപ്പുണ്ട്, ലൈലാൻഡ്. ഈ പച്ചപ്പിനിടയിൽ കൂടെ ഈ ഒരു നമ്മളെ പതാകയുടെ ഒരു കളർ കാണാൻ പോകണ്ടല്ലോ, ഭയങ്കര ബ്യൂട്ടിയാണ്. ഈ ഒരു പച്ചപ്പും ഈ ഒരു ബസ് കിടക്കുന്നതൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇവിടെ മുതൽ അങ്ങ് എൻട്രൻസ് വരെ ബസ്സുകൾ നിരന്ന് കിടക്കുവാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് സൈഡിലാണ്. ഇവിടെ വരുമ്പോൾ KSRTCയുടെ ഒരു പഴയ മോഡൽ എൻജിൻ, 6 സിലിണ്ടർ ടൈപ്പ് എൻജിൻ ഇങ്ങനെ പൊളിച്ചിട്ട് അതിൻ്റെ പ്രവർത്തന രീതികൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെമോ കണക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. പഴയ മോഡൽ എൻജിനാണ്. ഇത് പ്രവർത്തിപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രിക്കൽ മോട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുവഴി ഇങ്ങനെ പുള്ളിയിട്ട് ബെൽറ്റൊക്കെ കണക്ട് ചെയ്ത് ആ കാണുന്ന ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് എൻജിൻ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിവിടെ ഇങ്ങനെ പിസ്റ്റണും കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ. അങ്ങനെയുണ്ട്. ഇതേ മാതൃകയിലാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. അതിപ്പോൾ ഒരു ഓണായി കാണിച്ചതെന്നാണ്. ഇത് കണക്കെ എല്ലാം കണ്ട് മനസ്സിലാക്കാൻ പറ്റും. പഴയ KSRTCയുടെ ആ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ.
ഈ കാണുന്നത് നമ്മളെ ടാറ്റയുടെ പഴയ മോഡൽ, അതായത് 90-നൊക്കെ പുറകിലോട്ടുള്ള എഞ്ചിനാണ്. കറക്റ്റ് ആ ഒരു ഏത് മോഡലാണെന്നുള്ള കിട്ടുന്നില്ല. എന്തായാലും പഴയ മോഡൽ, നമ്മൾ പണ്ടത്തെ ആനവണ്ടി എന്ന് പറയുമല്ലോ, അതിൻ്റെ എഞ്ചിനാണിത്. പഴയ ബസ്സിൻ്റെ തന്നെ ഈ ഒരു സംഭവം ഇത് കണ്ടാൽ മനസ്സിലാവില്ല എന്താ സാധനം എന്നുള്ളത്. ബാക്ക് ടയറും അതിൻ്റെ ആ ഒരു ആക്സിൽ സംഭവങ്ങളെല്ലാം കൂടെ വരുന്ന സെറ്റപ്പ്. റിയർ ആക്സിൽ അസംബ്ലി വർക്കിംഗ് മോഡൽ. ഇതും വർക്ക് ചെയ്യിപ്പിച്ചവർ കാണിക്കും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. ഇത് ഒരു സൈഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലേ? ആഹാ, ജസ്റ്റ് ഒരു കറങ്ങി കാണിച്ചു തന്നതാണ് കേട്ടോ എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ളതേ. കണ്ടോ? അത് അതിലെന്തോ ചെറിയൊരു ടൈറ്റ് ഉണ്ട്, അതിനെ കൊണ്ടാണ് അത് കറക്റ്റ്. ഇതൊക്കെ ബ്രേക്കിൻ്റെ ആണല്ലേ ഈ സാധനങ്ങളെല്ലാം? ഹാൻഡ് ബ്രേക്കിൻ്റെ ആണല്ലേ? ഓ, ഇത് ഏതാണ്? ലൈലാൻഡ് ആണോ ടാറ്റ? എല്ലാം ടാറ്റയാണ് അല്ലേ? പഴയ മോഡൽ സ്റ്റിയറിങ്ങിൻ്റെ ആ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് അതിനെക്കുറിച്ച് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. നമ്മളിവിടെ സ്റ്റിയറിങ്ങിനെ തിരിക്കുമ്പോൾ അവിടെ കണ്ടോ, അവിടെ ആ ഒരു ജോയിൻ്റ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് പഴയ മോഡൽ. പവർ സ്റ്റിയറിംഗ് ഒന്നുമല്ല കേട്ടോ, പണ്ടത്തെ വളരെ പഴക്കമുള്ള സാധനമാണത്. സ്റ്റിയറിങ്ങും അതേ കണക്ക് തന്നെ, പഴയ ബസ്സിൻ്റെ സ്റ്റിയറിംഗ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പഴയ KSRTCയിലെ സംഭവങ്ങൾ. പണ്ടത്തെ ഡ്രൈവർമാർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ബസ്സൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇന്നത്തെ കണക്ക് ഈസി അല്ല. ഈ കാണുന്ന ഒരു സ്റ്റിയറിംഗ് സിസ്റ്റമാണ് കേട്ടോ, ഫുള്ളായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഫുൾ സെറ്റ്. ഇവിടെ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ ആ ഒരു വർക്കിംഗ് കറക്റ്റ് കാണാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ കാറിൻ്റെ അതേ സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ അടുത്തൊരു സിസ്റ്റം ഇവിടെ ഇരിപ്പുണ്ട്. ഇത് എയർ ബ്രേക്കിൻ്റെ സംഭവം കേട്ടോ. എങ്ങനെയാണ് എയർ ബ്രേക്ക് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് വർക്കിംഗ് മോഡൽ. ഇത് ബ്രേക്ക് ലൈനർ, ഇത് റിയർ ബ്രേക്ക് ചേമ്പർ. ഇതിനകത്താണ് ആ എയറെല്ലാം കൂടെ വന്ന് കയറുന്നത്. അവിടെ നിന്ന് പവർ ചെയ്തിട്ടാണ് ആ ടയറിൻ്റെ ഭാഗത്തോട്ട് ചെന്ന് പിടിക്കുന്നത്. ബ്രേക്ക് കറക്റ്റ് ജാമാവുന്നത്. അതൊക്കെ എങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. കുറേ സംഭവങ്ങളുണ്ട് ഇതിൽ. ആയിരിക്കുന്നതാണ് എയർ ടാങ്ക്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെയാണ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. എല്ലാവർക്കും അറിയാമല്ലോ, സൗണ്ട് മാത്രമാണ് മിക്കുള്ളൊരു ബസ് കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇതാണ് ഇതിൻ്റെ പരിപാടി. ഒരു ബസ്സിൻ്റെ ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റർ, വൈപ്പർ മോട്ടർ, ഹോണ്, അതുപോലെ മീറ്ററുകൾ, ബാക്കി ബ്രേക്ക് ലൈറ്റുകൾ, ഓഫ് സ്വിച്ച്, ഓൺ സ്വിച്ച്, അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും, സ്റ്റാർട്ടർ, അതായത് നോക്കിയാൽ എല്ലാ സാധനങ്ങളും ഇവിടെ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് അവർ കാണിച്ചു തരികയാണ്. ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ, ഇൻഡിക്കേറ്റർ എല്ലാം വർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാണ്. ഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബസ് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. എഞ്ചിൻ മാത്രമേ ഇല്ലാതുള്ളൂ, എഞ്ചിനും ഗിയർ ബോക്സ്. ഇപ്പോൾ നമ്മൾ കണ്ടത് സ്റ്റാർട്ടർ വർക്ക് ചെയ്യിപ്പിക്കുന്നത്, എഞ്ചിൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതാണ്.
ഈ കാണുന്ന സ്കാനിയ ബസ്സിൻ്റെ ഗിയർ ബോക്സ് ലിഫ്റ്റ് ചെയ്ത് മാറ്റുന്ന സാധനമുണ്ട്. അതിൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റമാണ് ഈ കാണുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഗിയർ ബോക്സൊക്കെ അവിടെ നിന്ന് എടുത്ത് ഈസി ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ അതൊക്കെ അതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ടൂൾസാണ് ഈ കാണുന്നത്. KSRTC ഡ്രൈവിംഗ് സ്കൂളാണ്. ഇതിനകത്തിരുന്നുകൊണ്ട് പരിശീലനം നടത്താൻ പറ്റും. ചെറിയ ക്യാബിനകത്തൊരു സീറ്റും അതൊക്കെ എല്ലാവർക്കും അറിയാം, കണ്ടിട്ടുള്ളതാണ്. ആ ഒരു ഗിയറും സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ബാലൻസിങ് കിട്ടും. റോഡിൽ എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത് കംപ്ലീറ്റ് സിഗ്നലും കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. നല്ല പരിപാടിയാണ്. നമ്മളിപ്പോൾ കാണുന്നത് KSRTCയുടെ പുതിയതും പഴയതുമായിട്ടുള്ള ബസ്സുകളുടെ മിനിയേച്ചർ വർക്കാണ്. ഇത് ഏത് കലാകാരനാണ് ചെയ്തതെന്ന് അറിയത്തില്ല. ഇത് പലരായിട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. എന്തായാലും സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ പോസ്റ്ററുകളെല്ലാം ഭിത്തിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അന്നത്തെ ആ ഒരു ടൈമിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൻ്റെ ആ ബോർഡും കാര്യങ്ങളൊക്കെ. ഈ മിനിയേച്ചർ വർക്കുണ്ടല്ലോ, ഒരു രക്ഷയില്ല. നമുക്കൊന്നിട്ട് അടുത്ത് കാണാം ഇത് എങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്. അത്രയും ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ പഴയ ബസ്സുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ആരാണ് ഉണ്ടാക്കിയതെന്ന്. ഇപ്പോൾ ആള് നമ്മുടെ മുന്നിലുണ്ട്. എത്ര എണ്ണം ചെയ്തിട്ടുണ്ടാവും? 13 ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ. പല കണ്ടക്ടറാണ്. ഓ, കിട്ടുന്ന സമയത്ത് നമ്മളെ വണ്ടികളിൽ താല്പര്യം കൊണ്ട് ഓരോ മോഡൽ നല്ല ബെറ്ററായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഉണ്ട്. എന്നാലും ഇതൊന്നും കുഴപ്പമില്ല. ഇതിലൊന്നും ആ പഴയ ലുക്ക് ആര് ചെയ്താലും ലുക്കായിട്ട് തന്നെ ഇരിപ്പുണ്ട്. കിട്ടുന്ന പരിമിതമായ ഓക്കെ. നമ്മളീ കാണുന്ന ഈ സംഭവങ്ങൾ KSRTC ഉള്ളവരാണ് ചെയ്തേക്കുന്നത് കേട്ടോ, വെളിയിലുള്ളവരല്ല. പലരും സ്വന്തം പൈസയൊക്കെ മുടക്കിയിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. ഇതിൽ 5 പൈസ ഗവൺമെന്റ് കൊടുക്കുന്നില്ല. അവരാ ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഈ ഒരു സംഭവം ചെയ്തേക്കുന്നത്. ഇന്ന് വൈകുന്നേരം മനോഹരമായ ഒരു സമ്മാനവുമായി വീട്ടിലേക്ക് പോകാം. സ്റ്റോറിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും ലക്കി ഡ്രോയിൽ പങ്കെടുക്കാനായിട്ടുള്ള സൗകര്യം. ഈ കൗണ്ടറിൽ നല്ല തിരക്കുണ്ട്. കാര്യം എന്താണെന്നറിയാം, ഇവിടെ നിന്നൊരു സമ്മാന കൂപ്പൺ കൊടുക്കുന്നുണ്ട്, ലക്കി ഡ്രോ. പൈസയൊന്നുമില്ല. ഈ KSRTCയുടെ തന്നെ ഈ ബഡ്ജറ്റ് ടൂറിസം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തുച്ഛമായ ചിലവിൽ യാത്ര ചെയ്യാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സംഭവമാണ് കാണുന്നത്. അപ്പോൾ അതിൽ ഇവിടെ വരുന്നവർക്ക് ഫ്രീ ആയിട്ട് കൂപ്പൺ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞറുക്കെടുക്കുന്നതിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കീശകാലിയാവാതെ മനോഹരമായ യാത്രകൾ നിങ്ങൾക്കും കുടുംബത്തോടൊപ്പം ചെയ്യാൻ കുറഞ്ഞ ചെലവിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇലക്ട്രിക്കൽ ട്രെയിനുകളൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഇവിടെ ഒരു സീറ്റും സ്റ്റിയറിങ്ങും സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ട് ഒരു ലിങ്ക് ബസ്സിൻ്റെ ഒരു ഫ്രണ്ട് കണക്കാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് കയറിയിരുന്നു ഫ്രണ്ടിൽ ഡ്രൈവറായിട്ട് നിന്നുകൊണ്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കാം. കൊള്ളാമല്ലേ? KSRTCയുടെ പരിഷ്കരിച്ച പരിപാടികൾ. മെഴ്സിഡസ് ബെൻസിൻ്റെ പഴയ 3 മോഡൽ 80-നും പുറകിലുള്ള മോഡലാണ് ആദ്യം കാണുന്നത്. പിന്നെ കാണുന്നത് 90-കളിലെ മോഡലാണ്. ഇനിയും വണ്ടികൾ വരാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് ഗ്യാപ്പ് ഇട്ടേക്കുന്നത്. പക്ഷെ കൂട്ടത്തിലെ കൊമ്പൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ സാധനം. ഒരു രക്ഷയില്ല, അടാറ് ലുക്ക്. ബാക്കി രണ്ടും 90 മോഡലാണെങ്കിലും ഈ സാധനം ഒറിജിനൽ. ഇതിലൊക്കെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്തൊരു വിലയായിരിക്കും അല്ലേ. ആ ക്രോം ഫിനിഷിങ് നോക്കി എന്തല്ലേ, ഒരു ഫിനിഷിംഗ് ഒന്നും പറയാനില്ല. ഇതൊക്കെ വല്ലപ്പോഴും ഇതിനൊക്കെ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടിടുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. റെയർ വണ്ടികളാണ്. അത് നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ്. ഡോക്ടറുടെ വണ്ടി കൂടിയാണ്. ഏത് ഡോക്ടറുടെ വണ്ടി ആയിരുന്നു എന്തോ ഡോക്ടർ എന്ന് കൊടുത്തിട്ടുള്ള ബാഡ്ജൊക്കെ അതിനകത്ത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഫ്രണ്ട് ഉണ്ടല്ലോ, ഫ്രണ്ട് ഈ സൈഡ് ഇങ്ങനെ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു രക്ഷയില്ല. ഈ കിടക്കുന്ന ഇത് ഏത് മോഡലാണ്? 76. ഇത് 90-ആണോ? അത് 96 ആണ്. ഇനി വേറെ വണ്ടി വരാനുണ്ടോ ഇവിടെ അല്ലേ? W115. അപ്പോൾ ഇത് 124. അതും 124 ആണ്. അത് രണ്ടും 124. ഇത് 115 അല്ലേ? പിന്നെ ഇവിടെയായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ കുറേ വാഹനങ്ങൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. പുതിയ വണ്ടികൾ, ടാറ്റയുടെ വാഹനങ്ങളാണ് ഈ കിടക്കുന്നത്. ചെറിയ മിനി ബസ്സുകൾ, വാനുകൾ ഇനി ഇതിനകത്ത് അറേഞ്ച് ചെയ്യാനുണ്ടെന്നാണ് തോന്നുന്നത്. അന്ന് ഫസ്റ്റ് ഡേ അതിനെ കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ ഓട്ടോ പിക്കപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതുപോലുള്ള സാധനങ്ങൾ കിടപ്പുണ്ട്. കൊള്ളാമല്ലേ ഈ ഒരു സംഭവം? നമ്മുടെ അറവാന കണക്കിരിക്കുന്നത് കേട്ടോ. കുറേ ചെറിയ ലോഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ സംഭവമാണ്. അത്യാവശ്യം കൃഷിപ്പണിയൊക്കെ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ അങ്ങനെയൊക്കെയുള്ള ബിസിനസ്സുകളൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ കണ്ടോ, ഇത് കണക്ക് ലോഡൊക്കെ പെട്ടെന്ന് പൊക്കി കളയാൻ പറ്റുന്ന ടൈപ്പ് ആട്ടോ. ഈസി. അവർ കറക്റ്റ് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓരോ ഇലക്ട്രിക്കൽ വണ്ടികളുടെ ഉപയോഗങ്ങൾ, ഇതൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കാം, എൻ്റെ ലൈസൻസ് കാര്യങ്ങൾ, അതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് അവർ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അവസരമുണ്ട് കേട്ടോ. ടാറ്റയുടെ ഒരു കുഞ്ഞമുണ്ട് കേട്ടോ, മാർക്കോ പോളോ. അതിൻ്റെ വലിയ ബസ്സുകളൊക്കെ KSRTC ഇപ്പോഴും സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുഞ്ഞൻ ബസ്സാണ്. നമ്മൾ ISROയുടെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ബസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഈ ഒരു സംഭവം ഒരുപാട് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള മേഖലകൾ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ ഒരു എക്സ്പോ അടിപൊളിയായിരിക്കും കേട്ടോ. ഉപഗ്രഹങ്ങളുടെ മിനിയേച്ചറുകൾ, അതേപോലെ തന്നെ റോക്കറ്റിനകത്തുണ്ടായിരിക്കുന്ന എഞ്ചിൻ്റെ ആ ഒരു പ്രവർത്തന രീതിയെ കാണിച്ചു കൊണ്ടുള്ള സംഭവങ്ങൾ.
അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കുറേയേറെ ഇലക്ട്രിക്കൽ കാറുകളുടെ കാർ കളക്ഷൻസ് ആണ്. ഫസ്റ്റ് തന്നെ കാണുന്ന BYDയുടെ ഒരു കാറാണ്. ഇത് ചൈനയാണെങ്കിലും ഇതിപ്പോൾ നമുക്കറിയില്ല, ടെസ്ല എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ കാറുകളുടെ ഒരു എന്താണ് ഒരു രാജാവെന്നൊക്കെ പറയാം. ഇപ്പോൾ അതിനെയും കാട്ടി സെയിലുള്ള വണ്ടിയാണ് ഇതെന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിലവിൽ വിറ്റേക്കുന്ന ഒരു മോഡലും അതേപോലെ തന്നെ ഭയങ്കരമായ സെക്യൂരിറ്റി ഫീച്ചർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇവിടെ ടാക്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ എന്താണ് വില എന്നുള്ളത് ചിന്തിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഭയങ്കര സംഭവമാണെന്നാണ് പറയുന്നത്. 11 എയർ ബാഗാണുള്ളത്. പിന്നെ ഈ വണ്ടിയുടെ കുറേ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ അതായത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു പോർഷെ ആ വണ്ടിയുടെ ലുക്ക് കണക്കാൻ എനിക്ക് തോന്നി. ഫ്രണ്ടും ആ ബാക്കും ഒരു സാമ്യത അതിനോട് തോന്നുന്നുണ്ട്. ഒരു കിടിലം ഒരു SUV. ഇപ്പോൾ വേൾഡിൽ ടോപ്പ് കയറാൻ പോകണമെന്നൊക്കെയാണ് ഇപ്പോൾ ഞാൻ തിരക്കും പറയുന്നത്. എന്തായാലും വണ്ടി അപാര ലുക്കാണ്. ചൈനയാണെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങോട്ട് പോകാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പരിചിതമായ വണ്ടികൾ ഒരുപാട് വണ്ടികളിവിടെ കിടപ്പുണ്ട്. റേഞ്ച് റോവർ ലേറ്റസ്റ്റ് മോഡലാണ് ഈ കിടക്കുന്നത് കേട്ടോ. $63,90,000 രൂപയാണ് ഈ വണ്ടിയുടെ ഓൺ ദ റോഡ് പ്രൈസ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ മഹേന്ദ്രയുടെ വണ്ടികൾ കിടപ്പുണ്ട് ഇലക്ട്രിക്കൽ, അറിയാമല്ലോ. ടാറ്റ പഞ്ച് ഇലക്ട്രിക്കൽ. നാല് പേരടങ്ങുന്ന ഒരു ടീമിൻ്റെ ഒരു കിടിലം പ്രോജക്റ്റാണ് കേട്ടോ. KMCT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇതിൽ വരുന്ന ഇതിൽ ചെയ്യുന്നതാണ് ഈ ഒരു പരിപാടി. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് പാർക്കിംഗ്. വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്പർ അടിസ്ഥാനത്തിൽ അവിടെ MG ആണോ എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റും. പക്ഷേ ഇതൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വണ്ടി യഥാസമയം നമുക്ക് തന്നെ കറക്റ്റ് സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയെക്കുറിച്ചാണ് ഇവർ ഈ പ്രോജക്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. പാർക്കിംഗ് ഓട്ടോമാറ്റിക് മെത്തേഡാണ് അവർ കാണിച്ചത്. ഈ താഴെ കാണുന്ന ഭാഗമാണ് ലാസ്റ്റ് ഏരിയ. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് KSRTCയുടെ പുത്തൻ ബസ്സുകളെല്ലാം ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഈ ഗ്രൗണ്ടിൽ എത്തുമ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരൊക്കെ കാണാനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു non-AC ഓർഡിനറി ബസ്സാണെന്നും ഇത് കമ്പനിയാണെന്നും ഇത്ര ലെങ്ത്, സീറ്റിംഗ് കപ്പാസിറ്റി, ബസ് എങ്ങനെയാണ്, എൻജിൻ്റെ കപ്പാസിറ്റി, സസ്പെൻഷൻ, മൊബൈൽ ചാർജിങ് യൂണിറ്റ്, ഡാഷ്ബോർഡ്, ക്യാമറ, അങ്ങനെ ബോഡി ബിൽഡർ, അങ്ങനെ എല്ലാ സംഭവങ്ങളും കാണിച്ചുകൊണ്ടുള്ള ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കൊള്ളാം. ഇത് സെയിം ബസ്സാണ്, കമ്പനി ഡയറക്റ്റ് കൊണ്ടിട്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഒറിജിനൽ കളറെന്ന് തോന്നുന്നുണ്ട്. സ്കൈ ലൈൻ. ഇവിടെ ഈ കാണുന്ന 3 ബസ്സുകളും സ്ലീപ്പർ ബസ്സുകളാണ്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന 2 ബസ്സും ലെയ്ലാൻഡ് തന്നെയാണ്. അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത്. വോൾവോയാണ് കിടിലം. കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ വോൾവോയിലൊക്കെ കയറിയിട്ടുണ്ട്. അതിനെ കൊണ്ട് ഇനി അതിനോട്ടൊന്നും കയറുന്നില്ല.
ഈ ബസ് ഇതേ കണക്കിന് നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് മെയിൻ്റെനൻസ് ചെയ്യണം, മെയിൻ്റെനൻസ് വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഡ്രൈവർമാരെ അധികം ഇട്ട് ഓട്ടിക്കാതെ 1 2 3 ഡ്രൈവർമാരെ ഒരു ബസ്സിൽ സ്ഥിരപ്പെടുത്തണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ബസ് നല്ല രീതിയിൽ പോകും. പലരായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ ബസ്സുകളൊന്നും ഒരേപോലെ വർക്ക് ചെയ്യത്തില്ല. അത് ഇനിയിപ്പോൾ ആരെയും കുറ്റമല്ല, അതങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ളൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ KSRTC കുറച്ചുകൂടെയൊക്കെ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ ഒരു മാസത്തിൽ എത്ര ഡ്രൈവർമാർ ഇത് കൈകാര്യം ചെയ്യും എന്നുള്ളത് KSRTCക്ക് പോലും അറിയാൻ പറ്റില്ല. സ്ഥിരപ്പെടുത്തുക, എന്തെങ്കിലും വിഷയം വന്നാൽ മാത്രം അടുത്ത ഡ്രൈവർ അതിലേക്ക് ആഡ് ചെയ്യുക. അങ്ങനെ ഒരു റൂട്ട് അങ്ങനെ ആയി കൊടുത്തു കഴിഞ്ഞാൽ കുറേയേറെ വണ്ടി നല്ല രീതിയിൽ പോകുമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായമാണത്. ഈ ആൾക്കാരെ മാറ്റിക്കളിപ്പ് നിർത്തിക്കഴിഞ്ഞാൽ തന്നെ സത്യം പറഞ്ഞാൽ നല്ലൊരു ഇതാണ്. അതേപോലെ മെയിൻ്റനൻസ് ചെയ്യാനുള്ള ഒരു പരിപാടി, ഒരുപാട് ബസ്സുകൾ നമ്മളെ പല ഡിപ്പോയിലും പല സ്ഥലങ്ങളിലും കിടപ്പുണ്ട്. അപ്പോൾ അത്രയും ബസ്സുകളൊക്കെ എങ്ങനെ നശിച്ചു പോയി എന്നൊക്കെ ചോദിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ വലിയ ചോദ്യങ്ങളാണ്. പക്ഷേ ഇത് കണക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഇത് വിജയിക്കൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 2 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഈ വീണ്ടും ഇന്ന് കാണുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, ഈ ബസ്സുകൾ വരാൻ കാരണമായതും അല്ലാതെയുള്ള കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിലോട്ടൊക്കെ വീണ്ടും ചെന്നെത്തും. ഇതൊക്കെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇനി ഉണ്ടാക്കിയെടുക്കണം KSRTC. പഴയ സിസ്റ്റം മാറ്റി പുതിയ സിസ്റ്റം അപ്ഡേഷൻ ചെയ്യണം.